എലിസബത്ത് സോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. ഇല്ലിക്കൽ കല്ല് കാണാൻ പോവുകയാണ്. ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇല്ലിക്കൽ കല്ല് കാണാൻ പോകുന്നത്. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല, അങ്ങനെയുള്ളൊരു സ്ഥലം കേട്ടോ ഇത്. ആദ്യം ഞങ്ങൾ വന്നപ്പോൾ നല്ല പച്ചപ്പായിരുന്നു. ഇപ്പോൾ അത്രയും പച്ചപ്പുണ്ടോയെന്ന് അറിയത്തില്ല, അവിടെ പോയി നോക്കിയാൽ അറിയാം. ഈ പോകുന്ന വഴി നല്ല മലകളും കുന്നുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനിടയ്ക്കൂടെയാണ് റോഡ്. ഇതെവിടാണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഇത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് തീക്കോയ്ക്കും മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്തിനും ഇടയിലായിട്ടാണ് ഈ ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം പോയത്, ഞങ്ങളൊരു കോട്ടേജ് അവിടെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയിലാണ് വന്നേക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങൾ കോട്ടേജിൽ കൊണ്ടുവച്ചിട്ടാണ് പിന്നെ ഇല്ലിക്കൽ കല്ല് കാണാൻ പോകുന്നത്. നമ്മളിവിടെ വരുമ്പം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോട്ടേജൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറയണം. കാരണം ഇത് ഒത്തിരി ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ താമസിച്ച കോട്ടേജും അതിൻ്റെ പരിസരങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കോട്ടേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമല്ലോ, മലകളും കാടുകളും ഒക്കെ. വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഇത്. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന കോട്ടേജാണ് ഈ കാണുന്നത്. ഞങ്ങൾ 2 ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 2 ഫാമിലിയും ഇവിടെ തന്നെയാണ് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളിവിടെ ഞങ്ങളുടെ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇല്ലിക്കൽ കാണാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരമായി, ലേറ്റായാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇതാണ് ആ കോട്ടേജിൻ്റെ പേരും അതിൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഇതിൽ കാണാം നിങ്ങൾക്ക്. ഈ കോട്ടേജിൻ്റെ അവിടുന്ന് ഇല്ലിക്കൽ കല്ലിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വരും. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് കുറേ ദൂരം പോകുന്നത്. അതിനുശേഷം അവിടെ ജീപ്പെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജീപ്പിന് വേണം പിന്നെ നമ്മൾ പോകേണ്ടത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട് കേട്ടോ. ഈയിടെ ആയിട്ടാണ് ഇപ്പോൾ ഒത്തിരി പേര് വരുന്നത്. ഇപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിങ്ങനെ അറിഞ്ഞു വരുന്നവരാണ്. ഈ കോട്ടേജിന് പുറത്താണെങ്കിലും നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഈ കോട്ടേജിൻ്റെ പുറകിലായിട്ടൊരു ചെറിയ തോടൊക്കെ ഉണ്ട് കേട്ടോ. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെ നിറയെ വെള്ളമായിരിക്കും. അതുപോലെ തന്നെ താഴെയായിട്ടൊരു കുളവും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ജീപ്പിന് നമ്മളെ അവർ കൊണ്ടുപോകും. ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ജോലിക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നടത്തുന്നത് DTPC ആണ്, അതായത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. അപ്പോൾ അവരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ മോള് വരെ ജീപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടുതലാവും. നടന്നാൽ പോകണമെങ്കിൽ അത്രയാവില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ജീപ്പിൽ കയറി ഞങ്ങളിപ്പോൾ ഏകദേശം ഇല്ലിക്കക്കല്ലിൻ്റെ അവിടം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്പോട്ടിൽ അവർ നിർത്തും. അവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ നടക്കേണ്ടി വരും. അങ്ങോട്ട് കുറച്ച് കയറ്റമാണ്, അതുകൊണ്ട് ജീപ്പൊന്നും അങ്ങോട്ട് പോയില്ല. അതുതന്നെയല്ല, ഒരു ട്രിപ്പ് കൊണ്ടുപോയാക്കിയിട്ട് പിന്നെ വീണ്ടും ജീപ്പിന് പോകണം, അടുത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ അടുത്ത ട്രിപ്പ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു ലാസ്റ്റ് ട്രിപ്പായിരുന്നു ഇവിടെ വന്നത്, ലേറ്റായി. അപ്പോൾ ആ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 50 രൂപയോളം ആവും അവിടെ. അപ്പോൾ ഇതിൽ ഞാൻ 2 വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഞങ്ങൾ ആ പച്ചപ്പുള്ള സമയത്ത് വന്നതും പിന്നെ ഇപ്പോൾ വന്നതും ഒക്കെ ആയിട്ട്. നമ്മൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കഴിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഈ ഇല്ലിക്കൽ കല്ല് സമുദ്രനിരപ്പിൽ നിന്ന് 3400 അടി ഉയരത്തിലാണ്. ഇല്ലിക്കൽ കല്ല്
3 പാറകൾ ചേർന്നിട്ടുള്ളതാണ്. കൂനൻ കല്ല്, കുടക്കല്ല്, സർപ്പക്കല്ല് എന്നിങ്ങനെയൊക്കെയാണ് ഈ കല്ലുകൾ അറിയപ്പെടുന്നത്. ഇപ്പം നിങ്ങളീ കാണുന്നത് ഇല്ലിക്കൽ കല്ലും അതിന് ചുറ്റുമുള്ള ആ സ്ഥലങ്ങളാട്ടോ. നല്ല ഭംഗിയത് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഇല്ലിക്കൽ കല്ല് അടുത്ത് കാണണമെങ്കിലും അതുപോലെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണണമെങ്കിൽ നമ്മളിതിൻ്റെ മുകളിലേക്കൊരു വഴിയുണ്ട്. അതിലെ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി ഹൈറ്റിൽ ചെന്നിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരെയും കൊണ്ട് അത് കയറാൻ പറ്റത്തില്ല. പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിൽ കയറി പോകാനായിട്ട്. അപ്പോൾ അവിടെ ഒന്ന് നോക്കി കഴിയുമ്പോഴാണ് ഈ താഴെയിൽ നമുക്ക് ഒന്നും കൂടെ നല്ല ക്ലിയറായിട്ടത് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് മുകളിലേക്ക് കയറാനുള്ള വഴി. അപ്പോൾ 2 സൈഡിലും ഹാൻഡ് റെയിലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചല്ലോ ആദ്യം ഒരു സ്ഥലം. ഇതിലേക്ക് കയറിപ്പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയില്ല കേട്ടോ. ബാക്കി കൂടെ വന്നവരൊക്കെ 1-2 പേരൊക്കെയാണ് അതിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ഇവിടെ കയറിയെന്ന് നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറബിക്കടൽ വരെ കാണാമെന്നാണ് പറയുന്നത്. പിന്നെ സൂര്യാസ്തമയം, ഉദയം എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ട് എന്ത് മനോഹരമായ സ്ഥലമാണ് നോക്കി. ഇതിൻ്റെ താഴേലേക്ക് നിങ്ങളൊന്ന് നോക്ക്. ഇത്ര ഭംഗിയുള്ള സ്ഥലമാണിത്. അതുപോലെ നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു പൂവുണ്ടല്ലോ, അത് ഈ മലയിലുണ്ടെന്നാണ് പറയുന്നത്. മൂന്നാറിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നീലക്കുറിഞ്ഞി പൂക്കുമെന്ന് അല്ലേ. ഇത് നീലക്കുറിഞ്ഞിയല്ല, നീലക്കൊടുവേലി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശമൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. മീനച്ചിലാർ ഉത്ഭവിക്കുന്നത് ഈ മലയിൽ നിന്നാണ്. പണ്ടൊക്കെ ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ കയറുമായിരുന്നു. പിന്നെ എന്തൊക്കെ അപകടം നടന്നേ പിന്നെ ഇപ്പോൾ അങ്ങോട്ടൊന്നും ആരെയും കയറ്റി വിടത്തില്ല. ഇപ്പം നമുക്ക് അല്ലാതെ തന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പം എത്ര മനോഹരമായ സ്ഥലമാണ് അല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇതറിയില്ലാത്തവർ ഒക്കെ ഇത് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലായല്ലോ. ഇനി വന്ന് എല്ലാവരും ഇത് കാണുക, എന്നിട്ട് വേണം പുറം രാജ്യത്തേക്കൊക്കെ പോകാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.